കോഴിക്കോടൻ താരത്തെ ഇങ്ങോട്ടേക്ക് ഇറക്കട്ടെ. റെഡിയാണോ? യെസ്, the popper, the rapper, the sensation, the viral star, singer, നമ്മുടെ സ്വന്തം ടാക്സി. അരിക്കല നിലക്കല ചലക്കല ചൊളിക്കല ചൊരിഞ്ഞിട്ട് ചോയ്ക്കല ചെരിഞ്ഞിട്ട് ചെയ്യല മടമടമടയ്ക്കണ പതിയവനായൊരു പുതിയവനായവരെ പതിരതിലാകിലും പല മുകളാകിലും കനവുകളാകിലും കനിമുകളാകിലും കനിവത് കൂടിയ കൗമത് കയറിയ മാറത് താന്നവരെ അല്ലൻ്റെ Malabar Bagger. Hey, okay. Boy, you're a banger. Malabar ganger. Emma Jara Kitty boy, Gambu Chulli Manam. Petty Putti Kati Chitte Anju Patu Mangum. Then I got a begin boy, Kanu Putti Padum. This a brown color chip. Ma pillar drip. Right from the top, boy, that the legit. What's the chain on your neck, boy? Just in case when you hit, boy, God, kill it. Hey, boy, you're a banger. Malabar gang. Emma Jara Kitty boy, Gambu Chulli Manam. Petty Putti Kati Chitte Anju Patu Mangum. Then I got a big boy, Kanu Putti Padum. This a brown color chip. Ma pillar drip. Right from the top, boy, that the legit. What's the chain on your neck, boy? God, kill it. Just in case when you hit, boy, God, kill it. ചെയ്തൊക്കെ പാപം എന്റെ ചാട്ടം കണ്ട തിന്നതൊക്കെ തേച്ചും പിന്നെയും പയച്ചും കുറെ വെച്ചും പിന്നെയും പയച്ചും ഇനിയും വയ്ക്കും പിന്നെയും നയിച്ചും ഇനിയും I really got the energy to put the stage upside down when I'm standing on it. Mud attached to me, but I'm scrubbing on it. A lot of you not familiar, like to know is when I play it on a level it's impossible. If I really wanted to get up, I was immaculate. Like maybe you're lacking it. I live in a rat in a lab, but a purpose you blabber a lot and a lot more. That's all. Now move, cause if you stop, Vicky. Spoil from day one. Your voice is annoying. Your boys they are same. Your songs they are lame. If you stop, we can play. കണക്കിന് കാണാൻ കിട്ടി അമ്മച്ചാറിൽ പാടാൻ പറ്റി പാട്ടും വൈത്തും കൂടെ കൂട്ടി ഞാനും വാങ്ങിയരിക്കായാക്കി സുക്കുണ്ടായി ഒരു ചെറിയും കൂട്ടി നാടൊട്ടം ഞാൻ ഒത്തിരി കനവത് നേടിക്കൂട്ടി അത്തര മണത്തില് തനകനവത് മാറത്തിട്ട് ഇത്തിരി പൊതിഞ്ഞിട്ട് താഴേക്കിട്ട് ഒത്തിരിക്ക് പ്രതി കൂട്ടിയിട്ടിട്ട് പെടഞ്ഞോടെ ഒത്തിരി നിലമത് താങ്ങിക്കൂട്ടി പത്തിരി മണത്തില് ഞാൻ തട്ടി മക്കള് മണത്തിൽ അരിക്കല നരക്കല ചലക്കല ചൊളിക്കല ചെറിഞ്ഞിട്ട് ചോയ്ക്കല ചെറിഞ്ഞിട്ട് ചെയ്യല്ല മടമടമടയണ മതിയവനായൊരു മുകളാകില് കനിമുകളാകില് 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 കനിപത് കൂടിയ കൗമത് കയറിയ മാറത്
പൂർണ്ണയുടെ ഒരു പ്രസൻസ് നമുക്ക് ആവശ്യമാണ്. കറക്റ്റ് ആണ്. പൂർണ്ണ എന്ന് പറയുമ്പോൾ ലെറ്റ്സ് വെൽക്കം ഷംന കാസിം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം. വെൺപുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞുരുകിയ മഞ്ചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്രിയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ജിലും ജിലും മരതകമഴ മൊഴി തിരയുകയായി. ഇനി നിലവിലെ ജലഗലികളിൽ ഉണരുമലിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയുമലസമായി. ഇനി നിലവിലെ ജലഗലികളിൽ ഉണരുമലിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയുമലസമായി. വിജനവനിയിൽ വിരഹലിതിയിൽ ശിശിര ശലഭമെഴുതിയ ചന്ദനമണി ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം.
കൂടുവോ ഈ പാട്ട്? അല്ല, ഏത് അവിടെ പാട്ടാ? നോക്കാം. ഏത്? ഇപ്പൊ ഞങ്ങൾ നോക്കിയോ? ഇടവും വലവും ഞങ്ങൾ നിൽക്കും. അടിപൊളിയല്ലേ? കൂടെ കൂടല്ലേ? ആ ശരി, എന്നാ അതിന് കൂടിയിട്ട് നമുക്ക് ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. വിഷു ഇതെന്താണെന്നറിയുമോ? ഇത് കോഴിക്കോടുകാരുടെ ഒരു പാട്ടാണ്. ഇതെന്തായിരുന്നാലും മൊത്തം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇളകി മറിയും. പാടിയോ? കോഴിക്കോടുകാരെ ഇളകി മറിയുന്നു. അപ്പൊ പടപടയെന്ന് ഒന്നുകൂടെ ഒന്ന് കൈയടിച്ചു. ഒന്ന് കൈയടിച്ചേ. दिल दिल सलाम सलाम बिन मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या हेरे दिल दिल जासिम खालिद अल मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह. എല്ലാരും ഒന്ന് കൈ പൊക്കി ക്ലാപ്പ് ചെയ്യാമോ? എല്ലാരും കൈ പൊക്കി ക്ലാപ്പ് ചെയ്തേ. എല്ലാരും that's it. Lovely. വിഷു दिल दिल सलाम सलाम बिन मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह. दिल दिल जासिम खालिद अल मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या. 14-ാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പുത്തല്ലോ അണിമുത്തും പൊന്നിന്റെ ഉടവാളുമുണ്ടല്ലോ മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ അമുല്ല പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം അവളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ അമുല്ല പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം അവളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ. ദിൽ ദിൽ സലാം സലാം ബിൻ മുഹമ്മദ് സലാം സലാം യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. ദിൽ ദിൽ ജാസിം ഖാലിദ് അൽ മുബാരക് സലാം സലാം യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. അയ്യോ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരാ. കുറച്ചുകൂടെ എല്ലാവരും ഒന്ന് കൈയടിച്ച് എല്ലാവരും കൂടെ കൂടി കോഴിക്കോടുകാരുടെ സ്നേഹം മുഴുവൻ കാണട്ടെ. ഞാൻ ഫ്രണ്ടിരിക്കുന്നവരും കൂടെ. മൈലാഞ്ചിപ്പൂം കയ്യുകള് മൈയെഴുതാൻ വന്നല്ലോ മന്ദാരപ്പൂം ചുണ്ടുകളിൽ വെണ്ണിലാവു തെളിഞ്ഞല്ലോ. മൈലാഞ്ചിപ്പൂം കയ്യുകള് മൈയെഴുതാൻ വന്നല്ലോ മന്ദാരപ്പൂം ചുണ്ടുകളിൽ വെണ്ണിലാവു തെളിഞ്ഞല്ലോ. പൂങ്കരളിൽ പൂങ്കിനാവിൻ പൂമണി മെത്ത വിരിച്ചുതായോ ചന്ദിരനെ ചന്ദിരനെ ചന്ദന ചാറു കുഴച്ചുതായോ ചന്ദിരനെ. अस्सलाम वालेकुम अस्सलाम वालेकुम വഅലൈക്കും അസ്സലാം വഅലൈക്കും അസ്സലാം. 14-ാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പുത്തല്ലോ അണിമുത്തും പൊന്നിന്റെ ഉടവാളുമുണ്ടല്ലോ മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ അമുല്ല പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം അവളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ അമുല്ല പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം അവളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ. ദിൽ ദിൽ സലാം സലാം ബിൻ മുഹമ്മദ് സലാം സലാം യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. ദിൽ ദിൽ ജാസിം ഖാലിദ് അൽ മുബാരക് സലാം സലാം യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. എല്ലാവരും 2 പ്രാവശ്യം ക്ലാപ്പ് ചെയ്തേ. ഇനിയും കൈയടിക്കാത്തവരുണ്ട്. ഈ പുള്ളിക്ക് എന്ത് പറ്റി താടിക്ക്? സൂപ്പർ. നിങ്ങളിങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ നിൽക്കരുത് പ്ലീസ്. എല്ലാവരും കുറച്ചുകൂടെ ചിരിച്ച് കൈയടിച്ച്. ദിലീപേട്ട നിസ്കാരപ്പൊൻ മുദ്രയില് കെസ്സുപാട്ടിൻ ശീലുണ്ട് നെഞ്ചിൻ നെഞ്ചിനിട നെഞ്ചിലൊരു കുഞ്ഞു നോവും ഇരിപ്പുണ്ട്. നിസ്കാരപ്പൊൻ മുദ്രയില് കെസ്സുപാട്ടിൻ ശീലുണ്ട് നെഞ്ചിൻ നെഞ്ചിനിട നെഞ്ചിലൊരു കുഞ്ഞു നോവും ഇരിപ്പുണ്ട്. നൊമ്പരത്തിൽ വെന്തു വെന്തു ഉമ്മയും നോമ്പും ഇരിക്കണുണ്ടേ. താരകളെ താരകളെ തരട്ടുതൊട്ടിൽ വിരിച്ചുതായോ താരകളെ. अस्सलाम वालेकुम अस्सलाम वालेकुम വഅലൈക്കും അസ്സലാം വഅലൈക്കും അസ്സലാം. 14-ാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പുത്തല്ലോ അണിമുത്തും പൊന്നിന്റെ ഉടവാളുമുണ്ടല്ലോ മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ അമുല്ല പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം അവളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ അമുല്ല പൂവിൻ ചേലൊത്ത വെള്ള
പഞ്ഞി കുപ്പായം അവളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ ദില് ദില് സലാം സലാം ബിൻ മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദില് ദില് ജാസിം ഖാലിദ് അൽ മുബാറക് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ once again യാ അല്ലാ യാ അല്ലാ one more time യാ അല്ലാ താങ്ക് യു സോ മച്ച്. ഈ കോവിഡൊക്കെ വന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ചിലപ്പോൾ തിയേറ്ററുകളിൽ പോകുമ്പോഴും എല്ലാം വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2-2.5 മണിക്കൂർ മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിക്കുന്ന നല്ല തമാശ പടങ്ങളാണ്. ഒരു 2 പതിറ്റാണ്ടിലധികം അത്തരത്തിലുള്ള എണ്ണിയാൽ ഒതുങ്ങാത്ത ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മലയാളത്തിന്റെ ഒരു നായകൻ. ആ നായകന്റെ പടത്തിലാണ് റിമി ആദ്യമായിട്ട് പാടിയത്. ഇനി ശരിക്കും ഞങ്ങൾ കേറി വന്നപ്പോ ഞങ്ങളെ വിധു അപ്പൊ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അപ്പൊ അങ്കക്കലി പൂണ്ടനെ. ഏതാണത്? ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കറിയാം. വാളെടുത്താൽ അങ്കക്കലി. അതെ കരിയറിലെ അതെ അതെ. ഒരു 2 വരി പാട്ട്. ഫസ്റ്റ് പാട്ടതല്ലേ എന്ന് വെച്ചാൽ എല്ലാവരും അറിയും. അതെ, ഏറ്റവും എന്റെ മേജർ ഹിറ്റ് എന്ന് പറയുന്നത് വാളെടുത്താൽ 2 വരി പെട്ടെന്ന് പാടി. നീശക്കാരൻ മാധവന ദോഷത്തിനാശ ദോഷം വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. ഓക്കെ, അപ്പോ വലിയ കൈയടികളോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ജനപ്രിയ നായകൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ദിലീപേട്ടൻ. കോഴിക്കോട്ടിലെ എൻ്റെ സഹോദരങ്ങൾക്ക് നമസ്കാരം. എന്നെ സംബന്ധിച്ച് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നാടാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് കോഴിക്കോട് മണ്ണിൽ നിന്നാണ്. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയ്ക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പഠിക്കാവുന്ന ഒരു വലിയ പാഠപുസ്തകമാണ് ഗോകുലം ഗോപാലേട്ടൻ. അദ്ദേഹത്തിന്റെ വളർച്ചയുടെ 56-ാം വർഷം എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നത് മേക്കപ്പ് ഒക്കെ ഇട്ട് പ്രായമായിട്ട് നടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും ചെറുപ്പക്കാരനാണ്. മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ട് അത്രയേറെയും ചെറുപ്പക്കാരുടെ രീതിയിലുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരുപാട് പേര് വന്ന് പ്രസംഗിച്ചു, അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് നീട്ടുന്നില്ല. കാരണം എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് ഗോപാലേട്ടനെ കുറിച്ച്. എത്രയും പ്രസ്ഥാനങ്ങളും എല്ലാമുള്ള പല വിധത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ ഇപ്പോൾ ഇല്ല. മലയാള സിനിമയെ സംബന്ധിച്ചിട്ടാണെങ്കിലും മറ്റുള്ള ഭാഷകളിൽ നിന്ന് വരുന്ന ചിത്രങ്ങളാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ ചിത്രങ്ങൾ, മുതൽ മുടക്കുള്ള ചിത്രങ്ങൾ ചെയ്യാൻ ഇന്ന് കെൽപ്പുള്ളതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരേ ഒരാളുള്ളൂ, അത് ഗോപാലേട്ടൻ തന്നെയാണ്. അത് കേരളത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് മാത്രമല്ല അദ്ദേഹം ഒരു നാഥനായിട്ടുള്ളത്. കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലനിൽക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ആവശ്യങ്ങളും അതുപോലെ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു മനുഷ്യനാണ് ശ്രീ ഗോപാലേട്ടൻ. എന്തായാലും വലിയ സന്തോഷം ഗോപാലേട്ട. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അതുപോലെ അങ്ങയുടെ എല്ലാ വളർച്ചയിലും സർവശക്തനായ ദൈവം എല്ലാ ഐശ്വര്യങ്ങളും വാരിക്കോരി തരട്ടെ. ഇനിയും എന്താ പറയാ, ഉഷാറോടുകൂടി ഒരു 100 കവർ ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നത് ചേട്ടൻ ശരിക്കും പേര് മാറ്റിയത് കൊണ്ടാണ്. ദിലീപേട്ടന്റെ ശരിക്കും പേര് ഗോപാലൻ തന്നെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞാൻ ഗോപാലകൃഷ്ണനാണ്. എന്നാലും ആദ്യത്തെ 3 വർഷം ഗോകുലം ഗോപാലൻ, ഗോകുലം ഗോപാലൻ, ഗോപാലകൃഷ്ണൻ. അതെ, ഒരുപാട് സാമ്യമുണ്ട്. ഗോകുലം ഗോപാലകൃഷ്ണൻ പ്രശ്നം കഴിഞ്ഞല്ലേ? അല്ല, അത് പുള്ളി സമ്മതിക്കൂല. പുള്ളി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡാണത്. റീമി ഇപ്പൊ എന്തായാലും ബർത്ത്ഡേക്ക് ചേട്ടന്റെയും കൂടെ ബർത്ത്ഡേ ആണല്ലോ അല്ലേ? അപ്പൊ ദിലീപേട്ടന്റെയും കൂടെ പിറന്നാളാണ്. നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമുക്ക് ദിലീപേട്ടന് കൊടുക്കാം അല്ലേ? താങ്ക് യു സോ മച്ച്.
എൻ്റെ കരിയർ എന്തായാലും ഫസ്റ്റ് പാട്ട് മീശ മാധവന. അത് മാത്രമല്ല കുറച്ച് ഗാനങ്ങൾ എനിക്ക് ദിലീപേട്ടൻ്റെ സിനിമയിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളാണ്. അപ്പോൾ പിറന്നാളായിട്ട് നമുക്ക് ദിലീപ് ഹിറ്റ്സ് മെഡ്ലി ആയാലോ? റീമി, അതിന് മുമ്പ് പാട്ടിലോട്ട് കിടന്നതിന് ഒരു ഒറ്റ കാര്യം, ഞാൻ വീഡിയോ പാടുള്ളൊരു സിനിമ ഇടും. അത് ഏത് സിനിമ എന്ന് പറഞ്ഞാൽ റീമിക്ക് പാടാനുള്ള അധികാരമുള്ളൂ. ഇത് ഏതാണ്? ഇത് ഇടി ഇങ്ങനെ ഒരു സിനിമയില് ഇടി ബി വീട്. ഏതാണ്? അതിഥിക്കോ അന്നയ്ക്കോ ആർക്കെങ്കിലും കിട്ടിയോ? കൈപ്പത്തി. ഏതാണ്? പഞ്ചാബി ഹൗസ്. ചുമല ടീഷർട്ട് കലകേടാ. നിങ്ങളുടെ കന്നഡ നന്നായിരിക്കുന്നത്. പഞ്ചാബി പഞ്ച് ബി ഹൗസ്. ഓ പഞ്ച്. ഓ അത് കലക്കി. വിഷു. എനിക്ക് ഇങ്ങനത്തെ ചോദിക്കാൻ അറിയാം, പക്ഷെ ഉത്തരം ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരെണ്ണം കൂടെ ഇടാം. ഇതും കൂടെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ കണ്ടുപിടിക്കും. അരി കാക്ക ഇരട്ടകൾ. ഹണി റോസ് ഒക്കെ കാറി കൂന്നു. എന്താ ഹണി? രക്ഷിക്കൂ. വെള്ളരിപ്രാവിന്റെ ഹണി ചങ്ങാതി. അല്ല, ഇപ്പൊ ഹണി റോസ് പറഞ്ഞേനെ. പിന്നെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ വന്നാ പോലീസ്. പവി കെയർടേക്കർ അല്ല, ഇത് അതിഥി രവി പറയുന്നതായിരിക്കും. അതിഥി വരൂ. അല്ല, റീമി എന്തെങ്കിലും പറഞ്ഞ അലമ്പുണ്ടാക്കും. ഇൻസ്പെക്ടർ ഗരുഡൻ. അതിഥി. ഇതാണ് അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. ശരി, ഇനി റീമി പാടിയാണ്. ആദ്യം അവരമ്മിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നേരത്തെ വെള്ളരിപ്രാവിന്റെ അല്ലേ? അപ്പൊ പാട്ടിലോട്ടു അല്ലേ? പാടാം. ഈ ഗോപാലേട്ടൻ നമുക്ക് ഉമ്മ തരാൻ വരൂല്ലേ? അല്ല, എനിക്ക് സംശയം 4-5 പേർക്ക് ഉമ്മ കൊടുത്തു. ആര്? ഗോപാലേട്ടനോ? ആ കൊച്ചിന് ഉമ്മ വയ്ക്കാൻ വേണ്ടിട്ട് 5 പേർക്ക് ഉമ്മ കൊടുത്തേ. സാറിന് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ പറയണം, ഗിഫ്റ്റ് കൊടുക്കുന്നതാണോ അതോ ഉമ്മ കൊടുക്കുന്നതാണോ കൂടുതൽ വാല്യൂ? ഗിഫ്റ്റ് എന്ന് പറയുന്നവർ കൈബന്ധിക്കണം. ഓക്കെ, ഗിഫ്റ്റ്. ഉമ്മ, കിസ്. സർ ഉമ്മ കൊടുക്കണം. ആൻഡ് ടു ഗിവ് എ കിസ്. ഓ, ഫസ്റ്റ് ജയേട്ടനുള്ളതാണ്, പിഷേട്ടനുള്ളതാണ്. ആൻഡ് ടു നിവിൻ ചേട്ടൻ ഓടി വന്നിട്ട് എനിക്കൊന്ന്. എല്ലാരും ക്യൂവിലാണ്. നിങ്ങൾ ക്യൂവിലാണ്. ഇനി ആർക്കെങ്കിലും വേണോ? സർ ഞങ്ങള് സ്വീകരിക്കും മകളെ. ഇനി ആർക്കെങ്കിലും വേണോ? വേണമെങ്കിൽ ഇപ്പൊ പറയണോ കേട്ടോ. ഈ ഓഫർ എപ്പോഴും ഇല്ല. എനിക്കൊരു ഉമ്മ എന്താ? ഗോപാലേട്ടാ പാന്ന ഒരു മോട്. ഗോപാലേട്ടൻ്റെ ആദ്യം നിർമ്മിച്ച, ഞാൻ അഭിനയിച്ച സിനിമയാണ് കമ്മാരസംഭവം. അതിനുശേഷം അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പപ്പ എന്ന് പറഞ്ഞ സിനിമയിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്. അടുത്ത സിനിമ പറക്കും പപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ കൂടിയുണ്ട്. എല്ലാം ഗോകുലത്തിൻ്റെ പ്രൊഡക്ഷനാണ്. വലിയ സന്തോഷം ഗോപാലേട്ട. എല്ലാവിധ ആശംസകളും. ബ്രേസ്ലെറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. അല്ല, ചിലപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ തരാറുണ്ട്. റീമി, രണ്ടുപേരും നിൽക്കി ഒരു പാട്ടം കൊടുത്തേ. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലത്തിന്നൽ, കള്ളക്കണ്ണൻ മനസ്സിൽ കുടിയിരുന്നില്ലേ, എൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂതിയില്ലേ, എത്ര രാവുകൾ പകലുകൾ കരുതി നിന്നെ ഞാൻ, അറിയാതെ എൻ നിനവുകൾ നെഞ്ചിലൊതുക്കി ഞാൻ, ഒന്നു തമ്മിൽ തമ്മിൽ അറിയാതെ മിഴിയിടഞ്ഞു പോയി, പിന്നെ കാണാതെ ഒരു നാളും മതിവരാതെയായി. ഹോ, കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം.
കരളിൻ കുമ്പിലിൽ കുളിരിൻ തുള്ളിനി കനവിൻ ചില്ലയിൽ പടരും വള്ളിനി ഇണ പോലിന്നും ഇവളൊരു രാഗലോലമായ മോഹിനി. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കോ. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നിള നീർ സ്വന്തമാക്കും. മേഘപ്പളുങ്കു കൊണ്ട് മാനത്ത് കോട്ട കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. മിന്നൽ മിഴിച്ചു നിന്ന മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കോ. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നിള നീർ സ്വന്തമാക്കും. വനമല്ലിമേ നിറതിങ്കളാത്തിരി വയ്ക്കണോ. കോഴി കുഞ്ഞു പോൽ താരകൾ ചിന്നണം മാനത്തെ മുറ്റമാകെ. കാവേരി തെന്നലായി പൂമണം പൊന്നണം മാനത്തെ കൂട്ടിലാകെ. നമുക്കൊന്ന് ചെറുമറ കുഞ്ഞു കുമ്പിലിന് ഒന്നിച്ചൊന്ന് പറക്കാം. ചിങ്ങമാസം കുട്ടിക്കാലത്തെ പൂമ്പാറ്റ പെണ്ണെ ഇഷ്ടം കൂടാനായി പോരില്ലേ കണ്ണേ. തൊട്ടാലൊട്ടുന്ന മിഠായി പയ്യൻ എത്തിക്കൊണ്ടോകാൻ വന്നില്ലേ പൊന്നേ. കുറുമിപ്പാട്ടിൻ കുപ്പിവളത്താണോ കലവിനുള്ളിൽ തപ്പുതകൽ മേളോ. ഒരു നാൾ നമ്മൾ കുഞ്ഞു വരം പോരും കണ്ണാടി കണ്ണാലെ കിന്നാരം ചൊല്ലും നേരം. മഴ വന്നേ ഇനി കാറ്റിന്റെ കുടയെടുത്തൊരു മഴ പിടിച്ചവളെ. കണ്ണി പെണ്ണെ കൺകതളിത്തേനെ കട്ടാവട്ടെ കട്ടടുത്ത പൊട്ടുന്നില്ലാവേ. കൂട്ടുതുഴഞ്ഞോളെ കടവിൻ തോണിയിൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നീലെ പൂക്കൈത പോത്താൽ കല്യാണമല്ലേ. കണ്ണി പെണ്ണെ കൺകതളിത്തേനെ കട്ടാവട്ടെ കട്ടടുത്ത പൊട്ടുന്നില്ലാവേ. ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലില്ലേ. ഒന്നുകൂടെ ഉഷാറാണ്. അടിപൊളി. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയും നാട് മുരുകന്റെ പുകൾ പാട് ഉള്ളിലാളും ദുഃഖം മൂട് വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്.
നാനിന്ന് പൂകവേ സന്നിധി നാനിന്ന് പൂകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ഒന്നാം സോപാനം ഇന്നെനിക്ക് പള്ളിനാഥന്റെ പളനിക്കുള്ളിലെ ഒന്നാം സോമനം ഇന്നെനിക്ക് മൂന്നാം മുഖം തൊഴുവാൻ ഹരികടത്തൊരു മലമുകളിൽ തിളക്കമങ്ങിയൊരാഴിമകയും പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിന്ന് പൂകവേ സന്നിധി നാനിന്ന് പൂകവേ സന്നിധി നാനിന്ന് പൂകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ മൂന്നാം സോപാനം ഇന്നെനിക്ക് പള്ളിനാഥന്റെ പളനിക്കുന്നിലെ മൂന്നാം സോമനം ഇന്നെനിക്ക് നാലാം മുഖം തൊഴുവാൻ പനികട്ടുന്നൊരു മലമുകളിൽ തണുത്തുപോയൊരു വന്യദേവനും ഇരുട്ടുമൂടിയ ഭൂമിദേവിയും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിന്ന് പൂകവേ സന്നിധി നാനിന്ന് പൂകവേ സന്നിധി നാനിന്ന് പൂകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ അഞ്ചാം സോപാനം ഇന്നെനിക്ക് പള്ളിനാഥന്റെ പളനിക്കുള്ളിലെ അഞ്ചാം സോമനം ഇന്നെനിക്ക് ആറാം ടൻ 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 ടൻ. Happy birthday, ഗോപാലേട്ടാ. Happy birthday. അപ്പൊ അടിച്ചു പൊളിച്ചില്ലേ flowers? Super. Thank you. Thank you. Thank you, ദിലീപേട്ടാ. ദിലീപേട്ടൻ നിൽക്കുമ്പോൾ ഒരാളെ കൂടെ വേദിയിലേക്ക് വിളിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഈ സെഗ്മെന്റ് തീർന്നിട്ടില്ല. കാരണം ഞാനൊക്കെ ഒരുപാട് അവാർഡ് നൈറ്റുകൾ ഓരോ കൊല്ലവും എത്രയോ എണ്ണത്തിൽ നിങ്ങളും കാണുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇത്തരം പൊതുവേദികളിൽ അധികം വരാത്ത ഒരാളാണ്. അധികം അവാർഡ് നൈറ്റുകളിലും അങ്ങനെ സാന്നിധ്യം കൊടുക്കാറില്ലാത്ത ഒരു വിശിഷ്ട വ്യക്തിയാണ്. കോഴിക്കോടിന്റെ ഭാഗ്യമാണ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. ദിലീപേട്ടനൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ മിമിക്രി കാസറ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് കാസറ്റുകളിൽ അദ്ദേഹത്തെ ഒരുപാട് മനോഹരമായി അനുകരിച്ച് കണ്ടിട്ടുണ്ട്. 4 ദശകങ്ങളിലധികമായി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് എപ്പോഴും സ്നേഹം തോന്നുന്ന വ്യക്തിത്വത്തിനുടമയായി മാറിയ നടൻ. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാലു അലക്സ് സാർ. ലാലു അലക്സ് ചേട്ടൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെരി വെരി ഗുഡ് ഈവനിങ്. പിഷാരടി പറഞ്ഞതുപോലെ അങ്ങനെ കൂടുതൽ ഫംഗ്ഷനൊന്നും പോകാറില്ല. പക്ഷെ ഇതിന് വന്നേ പറ്റൂ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. കാരണം ഗോകുലം ഗോപാലേട്ടൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആർക്കെ ലോഡ്ജിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് മുതൽ എനിക്ക് ബന്ധമുള്ള ആളാണ് ഗോപാലേട്ടൻ. ഈ ഗോപാലേട്ടനെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാനൊന്ന് വിളിച്ചാൽ ഇത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റ്, ഇത്രയും വലിയൊരു പ്രതിഭ ഒന്നുകിൽ അന്നേരം തന്നെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ആ ദിവസത്തിൽ തീരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരിക്കും. അത്രയും അടുപ്പമുണ്ട്. ഈ 56 വർഷം അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് പോക്കിൽ ഇനിയും ഒരു 56 വർഷോടെ മതിയോ ചേട്ടാ? മതിയെങ്കിൽ ഒരു 56 വർഷോടെ ഇതുപോലെ ശക്തമായി പോട്ടെ. അതിനുവേണ്ട ആരോഗ്യവും ഉത്സാഹവും ഉന്മേഷവും ഉണർവും എല്ലാം ദൈവം നൽകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇനി ഉമ്മാർ എന്നെ കിട്ട് പണിയാൻ പോണേ. ഇല്ല, ഞാനിപ്പോ പറഞ്ഞല്ലോ ലാലുചേട്ടനെ ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റേജിലൊന്നും കിട്ടാറില്ല. അപ്പൊ ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ലാലുചേട്ടനെ വിളിച്ചാൽ ഇതൊരു സുവർണ, ഇത്രയും വർഷമായി സിനിമയിൽ പരിചയപ്പെട്ടിട്ടൊക്കെ ഇന്നേ വരെ ചേട്ടനുള്ളൊരു സ്റ്റേജിൽ ചേട്ടനെ അനുകരിക്കാൻ ദിലീപേട്ടന് പറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേജിൽ നിൽക്കുമ്പം ഇതൊരു വലിയ ആഗ്രഹവും സന്തോഷമൊക്കെയാണ്. ഇല്ല, ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ പോകുന്നത് ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറിയതും ആദ്യമായി മദ്രാസിൽ പോകുന്നതും ശരിക്കും പറഞ്ഞ ഈ ലാലിച്ചായം കാരണമാണ്. കാരണം കൺകെട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു, ഞാനന്ന് മിമിക്രി ചെയ്ത് നടന്നിരുന്ന കാലം. ഞാനൊരു തെലുങ്ക് സിനിമയിലാ. ലാലിച്ചായൻ വരാൻ സമയം കിട്ടിയിട്ടില്ല. ഈ സിനിമ പെട്ടെന്ന് റിലീസ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഈ ലാലു അലക്സിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാണ് അവസാനം എന്നെ കണ്ടുപിടിക്കുകയും അങ്ങനെ പെട്ടെന്ന് വേണം, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നു. അപ്പൊ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ സിനിമയിൽ ഡബ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ചെന്നൈ നഗരത്തിൽ ചെന്നിറങ്ങുകയാണ്. അങ്ങനെയാണ് എന്റെ കന്നി ഫ്ലൈറ്റ്. ദിലീപേട്ടൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ കാരണമായ ശബ്ദത്തിന്റെ ഉടമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അനുകരിച്ച ഞാൻ പോകോളാം. അല്ല, നിങ്ങളിപ്പോ ആ ശബ്ദം കേട്ടാണ് ഞാൻ അനുകരിച്ച ശബ്ദം. ഒന്ന് ശ്രമിക്കാം. പേഴ്സണലായിട്ട് പറയുക, നിന്നെ എനിക്ക് അറിയാൻ മേലട്ട, നീ ചെറിയാന്റെ പെങ്ങളാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ നിന്റെ പ്രസന്റേഷൻ എങ്ങനെയൊന്നാണ് അറിയാനാ ഞാൻ ഈ പണിയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ വേണ്ട, വിട്ടുകളാ, വരട്ടെ.
കുറെ കാലമായി ചെയ്തിട്ട് ക്ഷമിക്കുക. സോറിയേ. ഒരു സോറി ഇല്ല, സന്തോഷല്ലേ. ഈ മിമിക്രി എന്ന് പറയുന്ന കലയിലൂടെ മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ള എത്ര പ്രഗത്ഭന്മാർ. ഞാൻ വേറെന്തോ വിചാരിച്ചു. ആ വന്നിട്ടുള്ളവരെല്ലാം നന്നായത് എന്നെ പിടിച്ച ജയറാമേട്ടനും ഒക്കെ അതെ കേട്ടോ. അല്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. എന്റെ കോഴിക്കോട്ടുകാരെ, നിങ്ങളെ കാണാനുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിപ്പോ ഈ ഫംഗ്ഷൻ വന്നത്. ചുമ്മാതെ പറയുന്നല്ല. ലാലു അലക്സ് എന്ന് പറയുന്ന സിനിമാ നടനെ ലാലു അലക്സ് എന്ന് പറയാൻ തുടങ്ങിയ പടം, എന്നിൽ നിന്ന് പിരിഞ്ഞു പോയ എന്റെ ഗുരുസ്ഥാനിയരിൽ ഒരാളായ ശശിയേട്ടന്റെ പടം, ദാമോദരൻ മാഷിന്റെ പടം, ജിയോ പിക്ചേഴ്സിന്റെ പടം, ഈ നാട്, അതിലെ IPS ഓഫീസർ. അതിനുശേഷമാണ് ലാലു അലക്സ് എന്ന് പറയാൻ തുടങ്ങിയത്. ഇപ്പോഴും ഈ വലിയ പ്രതിഭകളുടെ കൂടെ ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നായി പൊക്കോണ്ടിരിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. ഞാൻ നിർത്തിക്കോട്ടെ. താങ്ക് യു ലാലു ചേട്ടാ. താങ്ക് യു ദിലീപേട്ടാ. മുറ്റത്ത് മുല്ലയ്ക്ക് മണമുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലേട്ടന് ഈ നാട് നൽകിയ വരവേൽപ്പിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും എല്ലാ ഈശ്വരങ്ങളും നന്ദിയും നന്മകളും നേരുന്നു. നന്ദി. എല്ലാവർക്കും ശുഭരാത്രി. ഒരു കോഴിക്കോടൻ താരത്തെ ഇങ്ങോട്ടേക്ക് ഇറക്കട്ടെ. വൈറൽ സ്റ്റാർ സിംഗർ നമ്മുടെ സ്വന്തം ഡോട്സി. ബല്ലാത്ത ജാതി വിടില്ലാത്ത ജാതി വന്നു വാരേ മലബാർ. Let's go for ballata cha 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 cha. Yo. അന്ന കൈമ കിട്ടിയ പിഴിഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല. ഓനെ മുന്നപ്പെട്ട ഉണ്ട കോഴിക്കോട് തൊള്ളക്കിയ ചള്ള പൊളിയോ നോക്കോ മേപ്പെട്ട്. ജാതിയും പല്ലാത്ത ജാതി, ഇവിടില്ലാത്ത ജാതി, ആരും കൊല്ലാത്ത വ്യാധി. ഓനെ കണ്ട പിന്നിലെ ഗല്ലാപ്പില്ലായി പൊല്ലാപ്പില്ലായി മല്ലിക്കെട്ട് പല്ലേമില്ലായി ചന്നം പിന്നെ പുല്ലാത്തല്ലായി പല പല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി. പല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി. പല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി. കൈമ കിട്ടിയ പിഴിഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത്. ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുങ്ങും പാഞ്ഞ വേഗട്ട്, വെറുതെ തൊള്ളക്കിയ ചള്ള പൊളിയോ നോക്കോ മേപ്പെട്ട്. പഞ്ചാരപാത്രത്തിൽ പാഞ്ഞങ്ങ് കേറണ്ട, കച്ചു വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന ചങ്കും വെട്ടും മഞ്ചും വെട്ടും എറിഞ്ഞ പോലുള്ള വാടക പുള്ളർ പറയണ നോക്കണ കൊരവളി പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട കിട്ടും. ബാപ്പ വന്ന് ചോദിച്ചാലും എന്റെ മട്ടം മുമ്പിൽ വന്ന് പെട്ട പൊന്നെ അന്ന് നിൽക്കും. മാറി നിൽക്ക് മാമ പൊട്ടെ കേറി നിൽക്ക്, കാറ്റ് പൊട്ടെ ചീഞ്ഞ മുട്ടട തോട് പോലെ ഒരു മോന്ത കാട്ടിച്ച് കാല് നിൽക്കല. നാല് വരലും കഞ്ചി മുത്തിഞ്ഞ മൂത്ത് കുത്തിയ ചോര തുപ്പും. പാര വെക്കാൻ പാലമിട്ട മാറി നിന്നോ പല്ലെടുക്കും. അരക്കണ കീപ്പെട്ട് കെട്ടിയ മുണ്ട് ഞാൻ മടക്കി കുത്തിയ സീം വരയ്ക്കും. പണ്ടര തന്നൊരു തൊട്ടിന്റെ ബലത്തിൽ ഭരിക്കാൻ നിൽക്കേണ്ട കുടുംബം വെളുക്കും. കിടക്കുജി കുടുംബത്ത് മറുമത്തിനിട്ട പണി കൊട്ട് അലമ്പത്താലൊരു പൊത്ത് മലപ്പുറം കത്തി മടത്തിച്ച് വെള്ളം വാങ്ങി അങ്ങ് വീട്ടേക്ക് വെല്ലപ്പാന്റെ കുട്ടി കുടിച്ചേക്ക് തുടച്ചേക്ക് മുടിച്ചേക്ക് വന്ന് വാരി മലബാർ വന്ന് ചോരി ജാതി ഇവിടില്ലാത്ത ജാതി, കൊല്ലാത്ത വ്യാധി. ഓനെ കണ്ട പിന്നിലെ ഗല്ലാപ്പില്ലായി പൊല്ലാപ്പില്ലായി മല്ലിക്കെട്ട് അല്ലാത്തില്ലേ പല്ലേമില്ലായി ചന്നം പിന്നെ പുല്ലാത്തല്ലായി ഗുദാമില്ലായി പല പല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി. പല്ലാത്ത ജാതി
കിട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളയിറക്കിയ ചള്ള പൊളിയോ നോക്കമേൽപ്പെട്ട് അപ്പോൾ എന്താ പറയുക, ഒരുപാട് നന്ദി. ലാസ്റ്റ് സോങ് ആണ് നമ്മുടെ ഈ ഒരു വലിയൊരു സദസ്സ് എനിക്ക് തന്നങ്ങളെല്ലാവരോടും ഒരുപാട് സ്നേഹം. അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മിക്കാൻ ഒരുപാട് നല്ല സിനിമ ഒക്കെ ചെയ്ത ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ ഒരു ജന്മദിനത്തിൽ എനിക്ക് നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഒരുപാട് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യമൊക്കെ പഠിച്ചു തരട്ടെ. ഓൾ ദി ബെസ്റ്റ്. സോ ദ ലാസ്റ്റ് സോങ് മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ മമ്മാട്ടും വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം അടുത്തു വച്ചാൽ സ്വർഗം പോലും അണ്ണൻ തനി നാടൻ കൊലമല്ലോ മിനാത്തി ഇല്ലോ ഇല്ലോ അണ്ണൻ തനി നാടൻ കൊലമല്ലോ മിനാത്തി തേനാ കട്ടിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരി ശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വെച്ചോലങ്കക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് നൊടിയിൽ മതയാതെ നെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുളക്ക് 10-ൽ 10 ഇല്ലോ ഇല്ലോ അണ്ണൻ തനി നാടൻ കൊലമല്ലോ മിനാത്തി ഇല്ലോ ഇല്ലോ അണ്ണൻ തനി നാടൻ കൊലമല്ലോ മിനാത്തി ഉലകിതിലാരോടും തോൽക്കാ വീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലോട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാരന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാനാരും പോരണ്ട എരിയും മൂങ്ങാം കണ്ണിൽ കോപം കൊള്ളു സംഹാരമൂർത്തി കടന്നിടാൻ മടിക്കോൾ ബോംബെ നഗരമിവൻ വരുന്ന ദിനം സ്വപ്നം കാണും താനാ Can you sing this? Na na na, na 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 na, na 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 na. Wow, go, let's move. Illuminati, annan kalidaran kolam illuminati. Illuminati, illuminati, annan kalidaran kolam illuminati. പോട്ടെ മക്കളെ, താങ്ക് യു സോ മച്ച്. അപ്പൊ കാലിക്കറ്റ് ഗുഡ് നൈറ്റ്, സി യു. ഒരൊറ്റ കൊട്ട ഇഷ്ക്, താങ്ക് യു. ഇത് സാമുറായി, ഞങ്ങൾ ഒരുമിച്ച് ആ പണിയെടുത്തുകൊണ്ടിരിക്കണേ. ഒരു വലിയ കൈയടി മെൻ കൊടുക്കും, എൻ്റെ നാടാണ് കോഴിക്കോട്. സോ ഗ്രേറ്റ്ഫുൾ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നല്ലത് ആശംസിക്കും. ഗുഡ് നൈറ്റ്.
കോഴിക്കോട്ടെ കാണികളെ ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗംഭീര പെർഫോമൻസുമായിട്ട് വൺസ് അഗൈൻ വേദിയിലേക്ക് എത്തുകയാണ് നമ്മുടെ പ്രിയങ്കരയായ നാടൻ പാട്ട് കലാകാരി പ്രസീത ചാലക്കുടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു കിടക്കാച്ചി പാട്ട് പാടിയാലോ? ഉണ്ടോ? ഡാൻസേഴ്സ് ഉണ്ടോ? അടിപൊളിയായിട്ട് പോയാലോ? പോവാം പാട്ടിലേക്ക്. ഒന്നാനാം നല്ലൊരിളം കവുങ്ങ്, ഇല വിരിച്ചാടണ പാക്കവുങ്ങ്, പാക്കവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും നമ്മളെ കാണൂല. പ്രിയപ്പെട്ടവരെ, ഡാൻസേഴ്സിന് വേണ്ടി ഈ പാട്ട് കുറച്ച് സ്പീഡിൽ പോയാലോ? സെറ്റാണോ? എന്നൊരു കൂക്ക് അങ്ങോട്ട് കൂക്കി, ഒറ്റ കൂക്ക്. ഓക്കെ, ഡാൻസേഴ്സിന് വേണ്ടി Nalla
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.